കർഷകർക്ക് ഇത്തരത്തിൽ കീശ വീർപ്പിക്കാൻ കുറുക്കുവിദ്യകൾ ഒന്നുമില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുക എന്നത് മാത്രമാണ് മാർഗം. ഇവിടെ ഇപ്പോൾ റബ്ബർ വില വർദ്ധിക്കുന്നു എന്നുള്ളത് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ആഗോള വിപണിയിൽ റബ്ബറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് വിലവർദ്ധനവിന് സാഹചര്യം ഒരുങ്ങുന്നത്. ഈ സാഹചര്യം മുതലാക്കി പരമാവധി കയറ്റുമതി ഉറപ്പാക്കാൻ ആണ് റബ്ബർ ബോർഡ് യോഗം വിളിക്കുന്നത്. മറ്റന്നാൾ ആണ് യോഗം. ജി ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ നിലവിൽ ഒരു ദിവസത്തെ പണിക്കൂലി പോലും ഈ റബ്ബർ വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഇടത്തരം കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബർ ബോർഡ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും കർഷകർക്ക് ആശ്വാസം ലഭിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, തെരഞ്ഞെടുപ്പ് യാദൃശികമായി വന്നു എന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടി വരിക. ആഗോള വിപണിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് റബ്ബർ കർഷകർക്ക് ആശ്വാസമായി മാറുന്നത്. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 190 രൂപയ്ക്ക് മുകളിലെങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ ചിലവ് കാശ് കയ്യിൽ കിട്ടൂ എന്നുള്ളതാണ് റബ്ബർ ബോർഡിന്റെയും ഒക്കെ ഒരു കണക്ക് ഉള്ളത്. പക്ഷേ അതിനുവേണ്ടി താങ്ങുവില പ്രഖ്യാപനം ഒക്കെ നടത്തിയിരുന്നു. ഇടത് സർക്കാർ ഏതാണ്ട് 250 രൂപയൊക്കെ താങ്ങുവില ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് 200 രൂപയെങ്കിലും ആക്കണമെന്ന് കാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. കേന്ദ്ര സർക്കാർ താങ്ങുവില ഏർപ്പെടുത്തണമെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന റബ്ബർ ഒരു കൃഷി ഉൽപ്പന്നമല്ല, കൃഷി കാര്യങ്ങൾക്ക് മാത്രമേ താങ്ങുവില ഏർപ്പെടുത്താൻ കഴിയുള്ളൂ. ഇതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന പരിമിതി. എന്തായാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ റബ്ബർ വില ആഗോള വിപണിയിൽ ഉയരുന്നു എന്നുള്ളതാണ്. RSS 5 ഏതാണ്ട് 217 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോഴും ഇവിടെ 174 രൂപ മാത്രമാണ് വിലയുള്ളത്. പക്ഷേ കയറ്റുമതി കാര്യമായി നടത്താൻ വേണ്ടി റബ്ബർ ബോർഡ് കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. 15-ാം തീയതി ഈ കയറ്റുമതി ചെയ്യുന്ന സംരംഭകരുടെയും വ്യവസായികളുടെയും ഒക്കെ യോഗം റബ്ബർ ബോർഡ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തോടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന കുറച്ചു മാസങ്ങളിൽ കേരളത്തിലടക്കം റബ്ബർ വില അത് 250-ലേക്കോ അതിന് മുകളിലേക്കോ ഒക്കെ എത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആഗോള വിപണിയിൽ റബ്ബറിന്റെ ഷോർട്ടേജ് കാര്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും ഈ സമയത്ത് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമയമല്ല, വേനൽക്കാലമാണ്. പക്ഷേ സ്റ്റോക്ക് കയ്യിലുള്ളവരെ സംബന്ധിച്ച് അതൊരു വലിയ വ്യാപാരികൾക്കും ഒക്കെ വലിയൊരു ആശ്വാസമാകുന്ന ഒരു ഘടകം തന്നെയാണ്. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അഭിലാഷ്, റബ്ബർ കർഷകർക്ക് ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. മലപ്പുറം